മാർഗനിർദ്ദേശത്തിലെയും കൗൺസിലിംഗിലെയും ആധുനിക പുരോഗതി. മാർഗനിർദ്ദേശവും കൗൺസിലിംഗും പ്രതിസന്ധി ഇടപെടലിനപ്പുറം കൂടുതൽ പ്രവേശനം ചെയ്യാൻ സാധ്യമായതും വ്യക്തിഗതമാക്കിയതും സമഗ്രവുമായി മാറിയിരിക്കുന്നു. സാങ്കേതികവിദ്യ, ഉൾപ്പെടുത്തൽ, പ്രതിരോധ തന്ത്രങ്ങൾ എന്നിവ മേഖലയെ പുനർനിർമ്മിക്കുന്നു. 1. ഡിജിറ്റൽ റിമോട്ട് സപ്പോർട്ട്. സുരക്ഷിത വീഡിയോ ചാറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ടെലിതെറാപ്പി ദൂരം, സമയം, കളങ്കം എന്നിവയുടെ തടസ്സങ്ങൾ കുറയ്ക്കുന്നു. മൈൻഡ്ഫുൾനെസ്, CBT ടൂളുകൾ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ ട്രാക്കിംഗ് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന മാനസികാരോഗ്യ ആപ്പുകൾ ഇപ്പോൾ 24 മണിക്കൂറും പിന്തുണ നൽകുന്നു. 2. കൂടുതൽ മികച്ച ഡാറ്റ അറിവുള്ള ഉപകരണങ്ങൾ. നിർമ്മിത ബുദ്ധി കരിയറിനെയും മാനസികാരോഗ്യ കൗൺസിലിംഗിനെയും വ്യക്തിഗതമാക്കുന്നു. സമ്മതത്തോടെ അനലിറ്റിക്സും ഭാഷാ ഉപകരണങ്ങളും പുരോഗതി ട്രാക്ക് ചെയ്യുന്നു. വെല്ലുവിളികൾ തിരിച്ചറിയുന്നു. കൗൺസിലർമാർക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. 3. ശക്തികളെ അടിസ്ഥാനമാക്കിയതും പ്രതിരോധപരവുമായ സമീപനങ്ങൾ. പ്രശ്നപരിഹാരം മാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലേക്ക് ആണ് മാറ്റം വരുത്തുന്നത്. പോസിറ്റീവ് മനഃശാസ്ത്രം ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും വളർത്തുന്നു. അതേസമയം പരിഹാര കേന്ദ്രീകൃത തെറാപ്പി പ്രായോഗികവും നിലനിൽക്കുന്നതുമായ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹ്രസ്വവും ലക്ഷ്യബോധമുള്ളതുമായ സെഷനുകൾ നൽകുന്നു. 4. ഉൾക്കൊള്ളലും പരിക്കിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിക്കുന്നതുമായ പരിപാലന. കൗൺസിലിംഗ് ഇപ്പോൾ കൂടുതൽ സാംസ്കാരികമായി സെൻസിറ്റീവ് ആണ്. വൈവിധ്യമാർന്ന ഐഡന്റിറ്റികളെയും പശ്ചാത്തലങ്ങളെയും ബഹുമാനിക്കുന്നു. ആഘാതത്തെക്കുറിച്ചുള്ള അറിവുള്ള രീതികൾ, പ്രത്യേകിച്ച് കുട്ടികൾ, അഭയാർത്ഥികൾ, ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് രോഗശാന്തിക്കും വളർച്ചയ്ക്കും സുരക്ഷിതമായ ഇടങ്ങൾ സൃഷ്ടിക്കുന്നു. 5. സ്കൂളുകളിലെയും ജോലിസ്ഥലങ്ങളിലെയും സമഗ്രമായ സംയോജനം. സ്കൂളുകൾ സാമൂഹിക വൈകാരിക പഠനം കൂടുതലായി സ്വീകരിക്കുന്നു. നേരത്തെ തന്നെ നേരിടാനുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ജോലിസ്ഥലങ്ങൾ ജീവനക്കാരുടെ സഹായ പരിപാടികളും ക്ഷേമ സംരംഭങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഇത് ജീവിതഘട്ടത്തിലുടനീളം മാനസികാരോഗ്യത്തിന് ശക്തമായ പ്രതിബദ്ധത കാണിക്കുന്നു. സംഗ്രഹത്തിൽ, ആധുനിക മാർഗനിർദ്ദേശവും കൗൺസിലിംഗും ഉൾക്കൊള്ളുന്നതും സാങ്കേതികവിദ്യ പ്രാപ്തമാക്കിയതും പ്രതിരോധപരവും വളർച്ചയെ കേന്ദ്രീകരിച്ചുള്ളതുമാണ്. ആളുകളെ നേരിടാൻ സഹായിക്കുക മാത്രമല്ല, വ്യക്തിപരവും അക്കാദമികവും പ്രൊഫഷണൽ ജീവിതത്തിലും അഭിവൃദ്ധി പ്രാപിക്കാൻ അവരെ ശാക്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം.